ഇപ്പോഴും അഡ്വക്കേറ്റ് അരുൺ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട്. ഈ ദുരന്തത്തിന്റെ ഘട്ടത്തിൽ കേന്ദ്ര വനമന്ത്രി നടത്തിയ പ്രതികരണമുണ്ടല്ലോ. അവിടെ ഭൂമി കയ്യേറ്റക്കാർ ഉണ്ടാക്കി വരുത്തിവെച്ച ദുരന്തം എന്ന്. അവിടെ മരിച്ചു വീണത് മുഴുവൻ സാധാരണക്കാരായ തൊഴിലാളികളാണ്, പാവപ്പെട്ടവരാണ് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ് കേന്ദ്ര വനമന്ത്രി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് നേരത്തെ അരുൺകുമാർ പറഞ്ഞതിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വിവാദ പ്രസ്താവന പാർലമെന്റിനകത്ത് നടത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്ല. അവിടെ ഓവർ ആക്ടിംഗ് ആയിട്ട് റഹീം അടക്കമുള്ള ആളുകൾ നടത്തി. അത് കേന്ദ്ര സർക്കാരിലാണ് ഈ ദുരന്തത്തിന് കാരണം, ഇത് മുൻകൂർ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടത്തിയിട്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നാടകം, എല്ലാ കാര്യങ്ങളെയും ഒരു രാഷ്ട്രീയ അജണ്ടയോടുകൂടി സെറ്റ് ചെയ്തുകൊണ്ട് അതിന് പ്രഖ്യാപിക്കുക എന്നുള്ളൊരു പൊതുസ്ഥിതി കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. ആ ഒരു സാധനം അവിടെ ചെയ്തപ്പോഴാണ് സ്വാഭാവികമായിട്ട് അമിത്ഷാ പ്രതികരിച്ചത്. അമിത്ഷാ പറഞ്ഞത് തന്നെ ഇത് ദുരന്ത പശ്ചാത്തലത്തിൽ ഇത് പറയേണ്ട കാര്യമല്ല എന്നാണ് അദ്ദേഹമാണ് പറഞ്ഞത്. അരുൺകുമാർ പറഞ്ഞ പോലല്ല. അതാണ് ആ വിവാദം അവിടെ അവസാനിച്ചു. നമുക്കിപ്പോൾ ഒരു തർക്കങ്ങൾക്കോ വിവാദങ്ങൾക്കുള്ള സമയമല്ല. പക്ഷെ അരുൺകുമാർ ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് ഏറ്റവും കൂടുതൽ വയനാട്ടിൽ റിസോർട്ട് മാഫിയ പിടിമുറുക്കുന്നുണ്ട്. ആ വയനാട്ടിൽ റിസോർട്ട് മാഫിയയുടെ പിടിമുറുക്കൽ നമുക്ക് എങ്ങനെയാണ് കാണാതിരിക്കാൻ പറ്റുക? അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ അനധികൃതമായിട്ടുള്ള ഖനനം നടക്കുന്നുണ്ട്, കോറി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിസ്ഥിതി മന്ത്രിയുടെ ജോലി എന്താ? അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്നുള്ള കാര്യങ്ങൾ നോക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ. അദ്ദേഹം അത് പറയുന്ന സമയത്ത് ഒരു ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ പറയാമോ എന്നുള്ളതിനപ്പുറത്തേക്ക് അത് പറയേണ്ട സമയം സന്ദർഭം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ റിസോർട്ട് മാഫിയ, കോറി മാഫിയ ഒക്കെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് വയനാടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കടിഞ്ഞാണിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വയനാടിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വയനാടിൻ്റെ മണ്ണിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കൂ, നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും മണ്ണിനോട് മല്ലടിച്ചിട്ടുള്ള ഒരു അതിജീവനം തന്നെയാണ് വയനാട്ടിൻ്റെ മണ്ണിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മലബാറിൽ നടക്കമുള്ള കുടിയേറ്റത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മണ്ണിനോട് മല്ലടിച്ചുകൊണ്ട് മണ്ണിനെ ദ്രോഹിക്കാതെ ജീവിച്ച് അവിടെ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അധിവസിച്ചൊരു പ്രദേശത്ത് ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അനവധി ആളുകൾ ഈ ദുരന്തഭൂമിയിൽ സ്വന്തം പ്രാണനും ജീവനും ഒക്കെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ പങ്കിനെ കുറിച്ച് നമ്മൾ സംശയിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അത് പിന്നീട് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, ഈ ഘട്ടത്തിലല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിന്റു, പക്ഷെ അപ്പോഴും അങ്ങനെ പറയുമ്പോൾ ഈ ഖനന നിയമ ഭേദഗതി വരുത്തിയതാരാണ്? ഈ ക്വാറികളുടെ കാര്യം പറയുമ്പോൾ ആ നിയമ ഭേദഗതി കൊണ്ടുവന്നത് ആരാണ്? അല്ല, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗാർഡിയൻ കമ്മിറ്റി റിപ്പോർട്ടുകളടക്കം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞ ഒരു പരിധി ഗാർഡിയൻ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരും. ഗാർഡിയൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനധികൃതമായ ഖനനങ്ങൾ നടക്കില്ല. അപ്പോഴും നമ്മളറിയാം, എല്ലാറ്റിലും ഒരു രാഷ്ട്രീയം, ഇത് കേന്ദ്ര സർക്കാർ എല്ലാറ്റിലും ഒരു പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു നിഷ്ക്രിയമായിട്ടുള്ള നിലപാടാണ് എല്ലാ സമയത്തും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു മേഖല, ഒരു പീഠഭൂമി എന്ന രീതിയിലുള്ള അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ഈ പറയുന്ന നേരത്തെ അരുൺകുമാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആഗോള താപനം അടക്കമുള്ള പ്രതിഭാസങ്ങൾ വയനാട്ടിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ, നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കാരണങ്ങൾ അതുകൊണ്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പം ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ചില കാര്യങ്ങൾ നിഗമനം നടത്താനേ പറ്റുക. അതിനെക്കുറിച്ച് ശാശ്വതമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വയനാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ, വയനാട് മാത്രമല്ല ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങൾ, മുല്ലപ്പെരിയാർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പ്രശ്നത്തിന്റെ വഴി മാറും എന്നുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന്റെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ, മലപ്രദേശങ്ങളെ ഒക്കെ തന്നെ ഒരു പ്രത്യേക ക്ലസ്റ്ററായി രൂപീകരിച്ച് അവിടുത്തെ ഓരോ മേഖലയ്ക്ക് അനുസൃതമായിട്ടുള്ള പാക്കേജുകൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി ഇത്തരത്തിലുള്ള ഒരു ജീവൻ പോലും അപഹരിക്കാതിരിക്കാൻ, പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അതിനകത്ത് കേന്ദ്രത്തിന്റെ ഒരു നിയമം ഇങ്ങനെയാണ്, സംസ്ഥാനത്തിന്റെ നിയമത്തിന് അപ്പുറത്തേക്ക് ഈ ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശാശ്വതമായിട്ട് ഒരു മനുഷ്യജീവൻ പോലും ഇനി കേരളത്തിൽ, ഇപ്പം നമുക്കറിയാം കവളപ്പാറ ദുരന്തമുണ്ടായിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. അടുത്ത ദുരന്തത്തിന് നമ്മൾ സാക്ഷിയായി. ഇനി വീണ്ടും ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. നമ്മളിങ്ങനെ ദുരന്തങ്ങൾ പറയുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് പാക്കേജ് മേടിച്ച് പണം മേടിച്ച് പുനരധിവസിപ്പിക്കുമ്പോഴും അടുത്തൊരു ദുരന്തമുണ്ടായി നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ദുരന്തങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള സമഗ്രമായിട്ടുള്ള ഒരു പരിസ്ഥിതി ലോല നയമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ സുസ്ഥിരമായി ജീവിക്കാനുള്ള സംവിധാനമാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. Debate with Smriti Parithikad.